ഈ നോമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് കാര്യസ്ഥനായി, വഴികാട്ടിയായി, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി അനുദിനം നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തിരിച്ചറിയുന്നതിന്, ആ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുന്നതിന് നമുക്ക് സാധിക്കണം. ദാവീദ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം രചിക്കുമ്പോൾ 51-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കാതെ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ ദിനം തോറും താങ്ങി വഴി നടത്തണമേ എന്ന അനുതാപത്തിന്റെ സ്വരം അവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഈ നാളുകളിൽ ജഡപ്രകാരമുള്ള ആത്മാവിനെയല്ല നാം പ്രാപിക്കേണ്ടത്, ദൈവം നമുക്ക് നൽകിയത് അറിവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി പ്രാപ്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ, വഴികാട്ടിയെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാം. ഈ നോമ്പുകാലം ജഡത്തിന്റെ ആത്മാവിനെയല്ല, ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.